ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ നാളെ പുനരാരംഭിക്കുന്നതായിരിക്കും. തെരച്ചിലിനായി ഗോവ തുറമുഖത്ത് നിന്ന് കാർവാറിൽ എത്തിച്ച ഡ്രഡ്ജർ ഇന്ന് വൈകിട്ടോടെ ശിരൂരിൽ എത്തിക്കുന്നതായിരിക്കും. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് 3 നോട്ട്സിൽ താഴെയാണ്. നിലവിലെ കാലാവസ്ഥയും തെരച്ചിലിന് അനുയോജ്യമാണ് എന്നാണ് അറിയുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് സാരംഗായിരിക്കും നൽകുന്നത്. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഇനി ശിരൂരിലേക്ക് ഡ്രഡ്ജർ എത്തിച്ച് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. കാലാവസ്ഥ അനുകൂലമാണ്, ഒഴുക്കെല്ലാം കാര്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് തെരച്ചിലിന് അനുകൂലമായ രീതിയിലെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഡ്രഡ്ജർ എത്തിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായി മുന്നിലേക്ക് പോകാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം അധികൃതർക്കുണ്ടോ? എങ്ങനെയായിരിക്കും നടപടികൾ? പൂജ, ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ടും തിരച്ചിലിന് ഏറെ അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് ശിരൂരിനെ സംബന്ധിച്ച്, ഉത്തര കന്നഡ ജില്ലയെ സംബന്ധിച്ച്, കർണാടകയുടെ തീരദേശ മേഖലയെ സംബന്ധിച്ചൊക്കെ തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഒരു സമയത്ത് തിരച്ചിലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്ന ഗംഗാവലി നദിയിലെ ഒഴുക്ക് 3 നോട്ട്സിന് താഴെയാണ് എന്ന് കൃത്യമായി നേവിയുടെ പരിശോധനയിൽ തെളിഞ്ഞിട്ടുമുണ്ട്. ഇനി നിർണായകമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഡ്രഡ്ജർ എത്രയും പെട്ടെന്ന് ശിരൂരിൽ എത്തിച്ചതിന് ശേഷം അവിടെ തിരച്ചിൽ ആരംഭിക്കുക എന്നുള്ളതാണ്. അവിടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണും മരങ്ങളും നീക്കം ചെയ്യുക എന്നത് തന്നെയാണ്. കാർവാറിൽ നിന്ന് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഡ്രഡ്ജർ ശിരൂർ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശം എന്നത് മഞ്ചുഗുരി എന്ന പ്രദേശമാണ്. ഇത് ഗംഗാവലി പുഴയുടെ അഴിമുഖമാണ്. ഈ പുഴയുടെ അഴിമുഖത്തിലൂടെയാണ് ഗംഗാവലി പുഴയിലേക്ക് ശിരൂരിലേക്ക് കാർവാറിൽ നിന്നും ഡ്രഡ്ജർ എത്തുക. അപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് ഏതാനും മീറ്ററുകൾക്കകലെയായി ഗംഗാവലിയിൽ പുതിയ ഒരു പാലം നിർമ്മിക്കുന്നുണ്ട്. അത് തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിർമ്മാണം നടക്കുന്ന ഒരു പാലമായിരിക്കാം. എന്തായാലും അതിനടുത്ത് ഹോൾട്ട് ചെയ്യുന്ന, നങ്കൂരമിടുന്ന ഡ്രഡ്ജർ പിന്നീട് വേലിയേറ്റ സമയത്തായിരിക്കും പിന്നീട് ശിരൂർ ലക്ഷ്യമാക്കി പോവുക എന്നാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി മാത്രമേ മഞ്ചുഗുലയിൽ നിന്നും ശിരൂർ ലക്ഷ്യമാക്കി ഡ്രഡ്ജറിന് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ ഉന്നത അധികാരികളുടെ യോഗത്തിൽ ചേർന്ന തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു യാത്രാപാതയും അതുമായി ബന്ധപ്പെട്ടുള്ള സമയങ്ങളുടെ ക്രമീകരണവും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അർജുൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ മനാഫ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മഞ്ചേശ്വരം MLA ആയിട്ടുള്ള AK മഷ്റഫ് MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെയായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ആരംഭിക്കുക. ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ മണ്ണ് അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ മലയിടിഞ്ഞു വീണതിൻ്റെ ഭാഗമായി പുഴയുടെ അടിത്തട്ടിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഒരു പരിധിവരെ മാറ്റി അതിൻ്റെ സ്വാഭാവിക ഒഴുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തിരച്ചിൽ ഒരു പക്ഷേ എളുപ്പമാവുമെന്നുള്ളൊരു സാധ്യത കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ മുങ്ങൽ വിദഗ്ധർക്ക് അതിന് സമാനമായ രീതിയിൽ ഇനി വലിയ തോതിൽ തന്നെ വലിയ എഫേർട്ടൊന്നും എടുക്കാതെ തന്നെ അടിത്തട്ടിലിറങ്ങി തിരച്ചിൽ നടത്താനും ഒരുപക്ഷെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൃത്യമായി തന്നെ മുന്നിലേക്ക് പോകട്ടെ അല്ലെ സാരംഗ? നമ്മൾ കുറെ നാളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. എന്തെങ്കിലും ഒരു തീരുമാനം ഏതെങ്കിലും വിധത്തിലാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന 1-2 കുടുംബമുണ്ട്. അർജുൻ്റേതുൾപ്പെടെ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എന്തായാലും വീണ്ടും പുരോഗമിക്കാൻ പോവുകയാണ്. ഡ്രഡ്ജർ എത്തിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഇനിയെങ്കിലും നമുക്ക് മുന്നിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം.